ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബീറ്റ്റൂട്ട് വെച്ചിട്ടൊരു മിൽക്ക് ഷേക്കാണ്. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കും കൂടിയാണ്. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോക്ക് തൊട്ട് താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ പുതിയതായിട്ട് വിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തൊലിയെല്ലാം ഞാൻ കളഞ്ഞ് കഴുകി വെച്ചിട്ടുള്ളതാണിത്. ഇത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലോട്ട് ഇതൊന്ന് കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഞാനെല്ലാം കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളത്തിനൊരു കണക്കൊന്നുമില്ല, നമുക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ടൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒഴിച്ചിരുന്ന വെള്ളം ഒത്തിരി അങ്ങ് വറ്റിപ്പോയി. അപ്പോൾ ഇത്ര വറ്റേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ച് വെള്ളം ഉണ്ടായിച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് ഞാൻ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് നമുക്ക് ഒരു 3 ഏലക്ക ചേർത്ത് കൊടുക്കാം. പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാരയൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് പാൽപ്പൊടിയാണ്. ഞാനിപ്പോൾ ഇത് പാൽപ്പൊടിയിലാണ് ഇത് അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഇപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് പാൽപ്പൊടിക്ക് പകരം നമുക്ക് പാലിൽ വേണമെങ്കിലും അടിച്ചെടുക്കാം. അപ്പോൾ പാലിൽ അടിച്ചെടുക്കുകയാണെങ്കിൽ പാൽ ആദ്യം നന്നായിട്ട് തിളപ്പിക്കുക, എന്നിട്ട് നന്നായിട്ട് ചൂടാറ്റിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ട് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ഞാൻ നന്നായിട്ട് തണുപ്പിച്ചെടുത്ത വെള്ളമാണ്. വെള്ളം ഒത്തിരി അങ്ങ് ഒഴിക്കരുത്, കുറച്ച് ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് പിന്നെ ബാക്കി വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒത്തിരി വെള്ളം ഒഴിച്ചുകൊണ്ട് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ബീറ്റ്റൂട്ടൊന്നും നന്നായിട്ട് അരഞ്ഞ് കിട്ടില്ല. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, ബീറ്റ്റൂട്ടൊക്കെ നന്നായിട്ട് അരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് എനിക്ക് മധുരം കുറച്ച് കുറവുണ്ട്. അപ്പോൾ കുറച്ച് പഞ്ചസാരയും ഒരു ടേബിൾ സ്പൂണ് പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുകയാണ്. വെള്ളം ഞാൻ നന്നായിട്ട് തണുപ്പിച്ചെടുത്ത വെള്ളമാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നല്ല തണുപ്പുള്ള വെള്ളം അല്ലെങ്കിൽ പാലിലാണെങ്കിൽ നല്ല തണുത്ത പാൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ട് മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കും കൂടിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എൻ്റെ അടുത്ത് താഴെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങളൊക്കെ പറയണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് വേറെ റെസിപ്പിയുമായിട്ട് കാണാം. അതുവരേക്കും ബായ്. താങ്ക് യു.